അപ്പോൾ ഈ കാണുന്നതാണ് എറണാകുളം കുർത്തീസ്. ഹോൾസെയിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ 10,000 രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷോപ്പുമായി ചേർന്ന് ബിസിനസ് ചെയ്യാം. നിങ്ങളുടെ കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരിക്കലും പരാജയപ്പെടാത്ത രീതിയിൽ നല്ലൊരു വസ്ത്ര ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ നോക്കി, വെറും 218 രൂപയ്ക്ക് ക്വാളിറ്റിയുള്ള കുർത്തികൾ കണ്ടില്ലേ? വെറും 218 വസ്ത്രക്കട നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാം ആഴ്ചയിലും മാർക്കറ്റ് വിസിറ്റ് ചെയ്യുക, മാർക്കറ്റിൽ എന്താ നടക്കുന്നതെന്നുള്ളത് അറിയുക, പിന്നെ കോമ്പറ്റീഷനെ കുറിച്ച് പഠിക്കുക, നമ്മുടെ ഏരിയനെ കുറിച്ച് പഠിക്കുക, കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കുക. നമുക്ക് ആദ്യം ഈ ഒരു ഷോപ്പിന്റെ ഓണർ എന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഷോപ്പിന്റെ ഓണർ. നമ്മുടെ ഷോപ്പിന്റെ പേരും ലൊക്കേഷൻ എന്ന് പറഞ്ഞു. ഷോപ്പ് വരുന്നത് മാർക്കറ്റ് റോഡ്, കടയുടെ പേര് അഞ്ജലി. എറണാകുളം ജില്ലയിൽ അഞ്ജലി എന്നാണ് ഷോപ്പിന്റെ പേര്. മാർക്കറ്റ് റോഡിലാണ് കട സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ 1994 മുതൽ മാർക്കറ്റിലുണ്ട്. നമ്മുടെ 32 വർഷം അല്ലേ ആയി വരുന്നു അല്ലേ? അത്രത്തോളം പഴക്കമുള്ള ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഷോപ്പാണിത് അല്ലേ? തുടക്കത്തിൽ ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏകദേശം 300ഓളം ഷോപ്പ്, 300 പരം ഷോപ്പുണ്ട് ഇവിടെ അല്ലേ? നമുക്ക് ആദ്യത്തെ 10 കടയിൽ ഒരു കട നമ്മുടേതായിരുന്നു അല്ലേ? അത് കഴിഞ്ഞ് ഇത്രത്തോളം ഒരുപാട് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ചെറിയ രീതിയിൽ ചെയ്യുന്നവർ മുതൽ അല്ലേ, കാലങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്നവർ മുതൽ വന്നു പോകുന്ന മാർക്കറ്റാണത്. ഒരേ രീതിയിൽ കസ്റ്റമേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസ് നമുക്കുണ്ട് അല്ലേ? ഓക്കെ, ഡെലിവറി സൗകര്യം ഉണ്ടോ? നമ്മൾ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട്. GCCയിലും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇത്രത്തോളം ഷോപ്പുകളുണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ട് ഞാനിപ്പോൾ അഞ്ജലി ചൂസ് ചെയ്യണം? നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു യൂണീക്കായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഉണ്ട്. നമുക്ക് എറണാകുളം കുർത്തീസ് എന്ന് പറയും, നമ്മൾ ജയ്പൂർ കുർത്തീസ് എന്നൊക്കെ എറണാകുളം കുർത്തീസ് ബൈ അഞ്ജലി എന്ന് പറയാൻ കാരണം തന്നെ നമ്മൾ സ്വന്തമായിട്ട് തുണിയെടുത്ത് നമ്മളത് തയ്ച്ച് കൊടുക്കുന്നുണ്ട്. ഓൾ ഓവർ ഇന്ത്യ നമുക്കത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഈ എറണാകുളം കുർത്തീസ് എന്ന് പറയുന്നത്. അത് മേടിക്കാനായിട്ട് തന്നെ നമുക്ക് നമ്മളിലേക്ക് വരാം. അത് നമുക്ക് നല്ല പ്രോഫിറ്റ് എടുത്തുകൊണ്ട് സെയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് B2B ആണ്. നമ്മൾ ബിസിനസ് ടു ബിസിനസ് മാത്രമേ ഉള്ളൂ. കസ്റ്റമേഴ്സ് ആദ്യമേ പറയാം, ഇത് ഹോൾസെയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഷോപ്പാണ്. റീറ്റെയിൽ ചോദിച്ച് ആരും വിളിക്കരുത്, ഹോൾസെയിൽ മാത്രം. എനിക്കിപ്പോൾ എത്ര രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് ഈ ഷോപ്പുമായി ചേർന്ന് ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്കൊരു 5 സെറ്റോ അല്ലെങ്കിൽ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, വേണ്ട സപ്പോർട്ടെല്ലാം ചെയ്ത് കൊടുക്കും. നമ്മളെല്ലാ സപ്പോർട്ടുകളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് പേര് ഇപ്പോൾ റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ എല്ലാവർക്കും ഒരുപാട് ചോദ്യങ്ങൾ വരെ മനസ്സിലുണ്ട്. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയില്ലേ, അപ്പോൾ ഈ ഒരു പുതുതായിട്ട് വരുന്നവർക്ക് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ? നമുക്ക് ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാം ആഴ്ചയിലും മാർക്കറ്റ് വിസിറ്റ് ചെയ്യുക, മാർക്കറ്റിൽ എന്താ നടക്കുന്നതെന്നുള്ളത് അറിയുക, പിന്നെ കോമ്പറ്റീഷനെ കുറിച്ച് പഠിക്കുക, നമ്മുടെ ഏരിയനെ കുറിച്ച് പഠിക്കുക, കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കുക. വസ്ത്ര ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു നല്ല സപ്ലയറെ കണ്ടെത്തണം. സപ്ലയറെ കണ്ടെത്തുന്ന ഒരു ഹോൾസെയിൽ ഒരു സപ്ലയറെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് വിവിധതരം വെറൈറ്റീസ് ഒക്കെ എടുത്ത് നമുക്കൊരു കുറഞ്ഞ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ആണ് പ്ലാനെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓൺലൈൻ വീട്ടിൽ ചെയ്യുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്, ഓൺലൈൻ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, പിന്നെ സ്വന്തമായിട്ട് ഷോപ്പുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ പല ടൈപ്പ് കസ്റ്റമർ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ 32 കൊല്ലത്തിൽ പ്ലസ് ആയി ഷോപ്പ് പ്ലസ് ഇയേഴ്സ് പ്ലസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള അല്ലേ ഷോപ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഈ ഒരു കാര്യം പറഞ്ഞു തരാൻ സാധിക്കും. നമുക്ക് ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ കുറേ കസ്റ്റമേഴ്സ് വരുമ്പോൾ നമ്മൾ അവരോട് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുക. ഫസ്റ്റ് ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു 10,000 രൂപയാണ് ബഡ്ജറ്റ്. അപ്പോൾ ആ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുന്ന ഒരു വിവിധതരം ഒരു 4-5 ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു 5-6 സെറ്റ് എടുത്ത് അതുകൊണ്ട് ഡിസ്പ്ലേ ചെയ്ത് ആ പേജ് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഇതിന്റെ ഒരു ബേബി സ്റ്റെപ്സ് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലേ? ഈ ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുതുതായിട്ട് ഈ ഫീൽഡിലോട്ട് വരുന്നവർക്ക് ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത് ഇവിടെ നിന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ടോ? ട്രെൻഡിംഗ് ആയിട്ട് പിന്നെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കസ്റ്റമർ കയറി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ വന്നു. അതെ, അപ്പൊ ഇപ്പൊ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും എന്താണ് ഇപ്പോ മാർക്കറ്റിൽ നടക്കുന്നതെന്ന്. ഇപ്പൊ കോഡ് സെറ്റ് നന്നായിട്ട് ട്രെൻഡിങ് ആണ്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം കോഡ് സെറ്റുകളുടെ വിവിധതരം കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു പൾസ് മനസ്സിലാവും മാർക്കറ്റിന്റെ. അത് ഭയങ്കര ഒരു ബെനിഫിറ്റ് ആണ്. കാരണം നമ്മൾ പർച്ചേസ് കഴിഞ്ഞാൽ അത് നമുക്ക് എത്രയും പെട്ടെന്ന് വിൽക്കാൻ വേണ്ടി പറ്റണം. അപ്പോൾ അതിൽ തന്നെ എന്തൊക്കെ ഫാബ്രിക്കുകളുണ്ട് അതൊക്കെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക, പറഞ്ഞു. അങ്ങനെ ഈ ഷോപ്പിലേക്ക് വരുന്ന ആൾക്ക് എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ടോ? പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ എന്താണ് അവർ ട്രെൻഡിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഡ്വൈസ് ചോദിക്കുന്നവർക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള പല കസ്റ്റമേഴ്സും വരും. അവർക്ക് നമ്മളൊന്ന് കാണിച്ചു കൊടുത്താൽ മാത്രം മതി, കളക്ഷൻ മാത്രം കണ്ടാൽ അവരെ നോക്കിയെടുത്തോളൂ. അവർക്ക് തന്നെ അറിയാൻ പറ്റും എന്താണ് മൂവിങ്, എന്താണ്
മാർക്കറ്റിന്റെ പൾസ്, പിന്നെ അവര് ഫീഡ്ബാക്ക് ഇട്ടിട്ടായിരിക്കും വരുന്നത്. നമുക്ക് അവരിൽ നിന്ന് നല്ല ഫീഡ്ബാക്സ് കിട്ടും. എനിക്ക് അതെ എനിക്ക് ആ ഡിസൈൻ വേണം, എനിക്ക് ഈ ഡിസൈൻ വേണം, എനിക്ക് ഈ തുണിയിൽ വേണം, ഏലം വേണം, അനാർക്കലി വേണം, ഏതൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഗിവ് ആൻഡ് ടേക്ക് മാർക്കറ്റിൽ എന്ത് നടക്കുന്നു നമുക്ക് അവരിൽ നിന്നും കസ്റ്റമേഴ്സിന് ഇൻഫോർമേഷൻ കിട്ടും, കസ്റ്റമേഴ്സിന് നമുക്ക് ഇൻഫോർമേഷൻ കൊടുക്കാൻ പറ്റും. നമുക്ക് ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ പോലും വസ്ത്ര ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. 10,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വസ്ത്ര ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മുടെ ഷോപ്പ് പോയി സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഫസ്റ്റ് ഒരു നല്ലൊരു ബയറെ കണ്ടുപിടിക്കണം അല്ലേ? ബയറെ കണ്ടുപിടിക്കണം. പിന്നെ വേറെ എന്താ കാര്യങ്ങൾ ഇതിൽ? ഫസ്റ്റ് നല്ലൊരു ബയറെ കണ്ടെത്തുക എന്ന് മാത്രമല്ല, പിന്നെ അതൊരു ട്രസ്റ്റഡ് ആയിരിക്കണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ സൂറത്ത് അല്ലെങ്കിൽ ജയ്പൂർ അവിടെ നിന്ന് ഫസ്റ്റ് പർച്ചേസ് എന്ന് പറഞ്ഞൊന്നും പോകാൻ പറ്റില്ല, ബിക്കോസ് അതൊരു വേറെ ലോകമാണ്. അതെ വലിയൊരു ലോകമാണ്. അതെ അപ്പോൾ അങ്ങനെ ചെന്ന് എത്തിപ്പെടാൻ പറ്റില്ല. സോ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എപ്പോഴും നമ്മുടെ മാർക്കറ്റ് നമ്മളിവിടെ ഉണ്ടല്ലോ, 100% ഗ്യാരണ്ടി കൊടുത്ത് എറണാകുളത്തുണ്ട് നമ്മൾ. അപ്പോൾ എപ്പോഴും എറണാകുളം മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഒരു ട്രസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂലും നല്ലത്. ഓക്കെ, ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ടു എറണാകുളം കുർത്തികളുടെ ഷോപ്പ് എന്ന് കണ്ടു. ഓക്കെ, എറണാകുളം കുർത്തീസ് ബൈ അഞ്ജലി. അപ്പോൾ ഈ ജയ്പൂർ കുർത്തീസ് ഒക്കെ സാധാരണ എല്ലാവരും കേട്ടുള്ള കാര്യങ്ങളാണ്. ഇതെന്താണ് ഈ എറണാകുളം കുർത്തീസ് ഉദ്ദേശിക്കുന്നത്? എറണാകുളം കുർത്തീസ് ബൈ അഞ്ജലി ഇടാനൊരു കാരണം എന്ന് പറയുന്നത്, നമ്മുടെ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ, നമ്മുടെ സ്വന്തം തുണി ഓൾ ഓവർ ഇന്ത്യ പ്രൊക്യൂർ ചെയ്തിട്ട് നമ്മൾ സ്വന്തം പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് ഇവിടെ. ഞങ്ങൾ തന്നെ തയ്ച്ച് വിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല ഒരു എന്താ ഫീഡ്ബാക്ക് കിട്ടുന്ന, നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നല്ല ക്വാളിറ്റിയുള്ള തുണി റീസണബിൾ പ്രൈസിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ എറണാകുളം കുർത്തീസ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സ് എറണാകുളം മാർക്കറ്റിൽ നമ്മൾ തന്നെ ചെയ്യുന്ന കുർത്തീസിനാണ് ഈ എറണാകുളം കുർത്തീസ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ജയ്പൂർ കുർത്തീസ് പോലെ. ഓക്കെ, ഇപ്പോൾ വീട്ടിലിരുന്ന് പോലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് വീട്ടമ്മമാർ തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ നേരിട്ട് ഷോപ്പിൽ വരാതെ ഇവിടെ വിളിച്ച് പറയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്? വീഡിയോ കോൾ സൗകര്യം ഉണ്ടോ ഇവിടെ? വീഡിയോ കോൾ സൗകര്യമുണ്ട്. നമ്മൾ ഓൺലൈനിൽ നമുക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് ഫോട്ടോസ് അയച്ചു കൊടുത്ത് അതിൽ കൂടി ഓർഡർ എടുക്കാറുണ്ട്. പിന്നെ അവർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ GCC, നമുക്ക് ദുബായിൽ ഓൾ ഓവർ GCC കസ്റ്റമേഴ്സ് ഉണ്ട്. എക്സ്പോർട്ട് എല്ലാം ചെയ്യുന്ന ടീമിനാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിനെ 100% വിശ്വസിക്കാം. ഏറ്റവും ക്വാളിറ്റിയുള്ള തുണികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര മുതലാണ്? സ്റ്റാർട്ടിംഗ് പ്രൈസ് നമ്മൾ ഒരു 218 രൂപ മുതൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കസ്റ്റമേഴ്സ് ഇപ്പോൾ ആലോചിക്കും. എന്തൊക്കെ കുർത്തീസ് മാത്രമേ ഉള്ളൂ. നമുക്ക് കുർത്തീസ് 2 പീസ് 3 പീസ് പിന്നെ പാർട്ടി വെയർ ഐറ്റംസ്, വെസ്റ്റേൺ ഐറ്റംസ് എല്ലാത്തിനും അതായത് ഒരു ഫ്ലോർ വെച്ച് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഒരു ഷോപ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഐറ്റവും നമുക്ക് സെക്ഷനിലോട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതെ അത്യാവശ്യം എല്ലാം നമുക്ക് കവർ ചെയ്ത് പോവാം. ഓക്കെ, ഇവിടെ ഏകദേശം എത്ര ഷോപ്പ് ഉണ്ടാവും? ഇവിടെ നമ്മൾ തുടങ്ങിയപ്പോൾ ഏകദേശം 10 ഷോപ്പ്, ആദ്യത്തെ 10 ഷോപ്പുകളിൽ ഒന്നാണ് നമ്മുടെ ആദ്യത്തെ 10 ഷോപ്പിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഏകദേശം 300 പരം ഷോപ്പുകളായി. 300 പരം ഷോപ്പുകൾ ഈ ഒരു മാർക്കറ്റിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് ഈ ഒരു ഷോപ്പിനെ തിരഞ്ഞെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന ചെറിയ കസ്റ്റമേഴ്സ് മുതൽ വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരെ ഈ ഷോപ്പിനെ ആശ്രയിക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് പേര് പോസിറ്റീവ് ഫീഡ്ബാക്ക് പറയും. നമ്മൾ വസ്ത്ര ബിസിനസിനെ കുറിച്ച് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ വന്ന കമൻറ്റാണ്, നിങ്ങൾ ഇവിടെ ഒന്ന് പോയി നോക്കൂ, എങ്ങനെയുണ്ടെന്ന് നോക്കൂ, അതിൻ്റെ പ്രൈസ് എങ്ങനെയെന്ന് നോക്കൂ. പിന്നെ എറണാകുളം കുർത്തീസ്, അതാണ് ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾ ആ ഒരു കണ്ടന്റ് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെയും കൂടെ സത്യാവസ്ഥ മനസ്സിലാക്കാനാണ് ഞാൻ നേരിട്ട് വന്നത്. വെറും 218 രൂപ മുതലാണ് ഇവിടുത്തെ കുർത്തികളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ കാറ്റഗറി ഞങ്ങൾ അത്യാവശ്യം വിലയെല്ലാം ചോദിച്ചു, പക്ഷെ അതെല്ലാം റിവീൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഹോൾസെയിൽ ഷോപ്പാണ് അല്ലേ? ഇതെടുത്ത് നമുക്ക് ഷോപ്പിൽ വെച്ചിട്ട് അല്ലേ സെല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഓരോന്നും എടുത്ത് വില പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. അത് ഇവിടുന്ന് വാങ്ങുന്ന കസ്റ്റമറിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയാത്തത്. വിലക്കുറവുണ്ട്, തീർത്തും പറയുന്ന വിലക്കുറവുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ ഈ ഒരു മാർക്കറ്റിനകത്ത് നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്കുക. നമ്മൾ പറയുന്ന വിശ്വാസം അല്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പോൾ എല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം വന്നാൽ മതി. ഇനി തുടക്കക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് പറഞ്ഞ് ക്ലിയർ ആക്കി തരും അല്ലേ? പിന്നെ ഈ എപ്പോഴായാലും നമുക്ക് സെയിൽ ചെയ്യാൻ പോകുന്ന ഐറ്റംസ് ഇല്ല എന്ന് പറഞ്ഞാൽ കോട്ടൻ്റെ 365 ഡേയ്സ് പോകുന്ന ഐറ്റംസ് ആണ് ഈ കോട്ടൺ ഐറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, 365 ദിവസവും അത് പോകും. അതെ, M2 5XL വരെ അവൈലബിൾ ആണ്. ഫീഡിംഗ് ആണെങ്കിലും എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് കുറച്ച് വെറൈറ്റീസ് നോക്കിയാലോ? നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ്. ഇതാണ് നമ്മുടെ ഷോപ്പ്. നമ്മളിപ്പോൾ ഐറ്റംസ് 3 നിരകളിലായിട്ട് തിരിച്ചിട്ടുണ്ട്. പാർട്ടി വെയർ ഐറ്റംസ് ഉണ്ട്, ജയ്പൂർ ഇപ്പോൾ ട്രേഡിംഗ് ഐറ്റംസ് എന്ന് പറയും. ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഐറ്റംസ് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ജീൻസ്, ലെഗിങ്സ്, സ്കേർട്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വെച്ചിട്ടുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അല്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന ഏത് കസ്റ്റമർ ആയാലും ഒരുപാട് സമയം എടുത്താണ് പർച്ചേസ്. കാരണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഏത് എടുക്കണം എന്ന് കൺഫ്യൂഷൻ ആയിരിക്കും. അത്രത്തോളം കളക്ഷൻസ് അല്ലേ? ഇത്രയും ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ്. അതും നമുക്ക് എല്ലാം ഇഷ്ടപ്പെടും. എല്ലാം ഇഷ്ടപ്പെടണം ആഗ്രഹം. പിന്നെ ഞാനൊരു കാര്യം എടുത്തു പറയാം. ഈ ഷോപ്പിലേക്ക് ആദ്യം വന്നപ്പോൾ എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാർക്കറ്റിനകത്ത് നിങ്ങൾ വണ്ടി കയറ്റിയ ഉടൻ തന്നെ നിങ്ങൾക്ക് ടെൻഷൻ ആയിരിക്കും എവിടെ വണ്ടി പാർക്ക് ചെയ്യാന്നുള്ള കാര്യം. പക്ഷേ പാർക്കിംഗ് സൗകര്യം നമുക്കുണ്ട്. അത് വലിയൊരു ഉപകാരമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷോപ്പിൽ നിലവിൽ പാർക്കിംഗ് സൗകര്യം ഇല്ല, ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ആണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്? ഈ വെസ്റ്റേൺ ട്യൂണിക് ലെങ്ത്, വെസ്റ്റേൺ ആയിട്ടുള്ള ടീനേജ് ഐറ്റംസ് ഉണ്ടല്ലോ, 36, 38, 40 ആ ഒരു കാറ്റഗറിയിലുള്ള
ഐറ്റംസ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലെഗിങ്സ്, ജഗ്ഗിങ്സ്, ജീൻസിൽ തന്നെ 100 വെറൈറ്റീസ് ഉണ്ട്, അറിയാലോ. മോം ഫിറ്റ്, ബാഗി ഫിറ്റ് തന്നെ 30. അതെ. അപ്പോൾ അതെല്ലാം നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ഏകദേശം ബെസ്റ്റ് പോസിബിൾ റേറ്റ്സിൽ നമുക്ക് കൊടുക്കാൻ പറ്റും കസ്റ്റമേഴ്സിന്. കസ്റ്റമേഴ്സ് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് ചെയ്യുന്നവരാണ് കേട്ടോ. റീറ്റെയിൽ കസ്റ്റമേഴ്സിന് ഇല്ല, അവർക്ക് വന്നിട്ടും കാര്യമില്ല. ഇത് B2B ആണ്, ഓൺലി B2B. ഓക്കെ, ഓൺലി ഹോൾസെയിൽ മാത്രമാണ് ഈ ഷോപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു കട തുടങ്ങാൻ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു കട തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വരാം, നേരിട്ടൊന്ന് കണ്ട് വിസിറ്റ് ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് പരിശോധിക്കുക. അതിനുശേഷം അല്ലേ വിശ്വസിച്ച് ഇതിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. കളക്ഷൻ ആയാലും നമുക്ക് ഇവിടുത്തെ വിലകൾ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു സിംഗിൾ പീസിലായാലും നമുക്ക് മാന്യമായ പ്രോഫിറ്റ് കിട്ടും. അത് കിട്ടും അല്ലേ? പിന്നെ ആ രീതിയിലാണ് ഇവിടുത്തെ വിലകൾ, ക്വാളിറ്റി എല്ലാം അതും കൂടി ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതുണ്ട്, പിന്നെ ഡയറക്റ്റ് മാനുഫാക്ചറേഴ്സിൽ നമ്മൾ എടുത്ത് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് എല്ലാവരും കൺസിസ്റ്റന്റ് ആയിട്ട്. അല്ലെങ്കിൽ കൂടിയും ഇപ്പോൾ ചില ഓസ്ട്രേലിയ, കാനഡ, US എന്നൊക്കെ വരുന്നവർക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഓക്കെ. ഈ പുതുതായിട്ട് തുടങ്ങുന്ന ആൾക്കാർ വിളിക്കുമ്പോൾ എന്താ പറയാറ്? പുതുതായിട്ട് തുടങ്ങുന്ന ആൾക്കാരോട് ഫസ്റ്റ് ഞാൻ ഫോട്ടോസോ വീഡിയോസോ അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി എടുക്കാതെ കടയിൽ തന്നെ വരണമെന്നാണ് പറയാറ്. കടയിൽ വന്ന് ഫുൾ കളക്ഷൻസ് കണ്ടതിന് ശേഷം ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി, പിന്നെ കോമ്പറ്റീഷൻ അടുത്തുള്ള റിസർച്ച് ചെയ്ത് റൈറ്റ് എമൗണ്ട് ഓഫ് റിസർച്ച് നടത്തി, ചുമ്മാ ഇവിടെ വന്ന് ഒരു പർച്ചേസ് ചെയ്ത് പോലല്ല നമുക്ക് വേണ്ടത്. അവർ രണ്ടാമത് വരണം. അപ്പോൾ അതിനും കൂടി ഉള്ള ഒരു രീതിയിൽ നമ്മൾ അവരെ ഗ്രൂം ചെയ്യാറുണ്ട്. ഒരു കസ്റ്റമർ ഇപ്പോൾ ഒരു 1 lakh rupees കൊണ്ട് വന്നിട്ട് ഒരു പർച്ചേസ് ചെയ്ത് പോകുന്നതല്ല ഒരു നമുക്ക് ഹോൾസെയിലർക്ക് നല്ലത്. അവരത് റിപ്പീറ്റ് ആയിട്ട് വരണം. അറ്റ്ലീസ്റ്റ് ഒരു 3-4 തവണ ഉദ്ദേശിക്കുന്നത് അല്ലേ? വൺ ടൈം ഡീൽ അല്ല. 3-4 തവണയെങ്കിലും ഒരു കൊല്ലത്തിൽ വന്ന് ഇങ്ങനെ പോകുന്നതാണ് നമ്മളെ പോലുള്ള ഹോൾസെയിലർക്ക് വേണ്ടത്. അപ്പോൾ അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എപ്പോഴും നമ്മളിപ്പോഴും പിന്നെ ഇപ്പോൾ ചില കസ്റ്റമേഴ്സ് വന്നിട്ട് ബാങ്ക് ലോണൊക്കെ എടുത്തിട്ട് വരും. 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയ്ക്കൊക്കെ ലോൺ എടുത്തിട്ട് വന്നിട്ട് നേരെ 3 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് നോക്കും. അപ്പം നമ്മൾ പറയാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഒരു 2 3 ചെയ്യാൻ പറയും. നമ്മളെപ്പോഴും അവരോട് വീണ്ടും വീണ്ടും വരാനുള്ള സജഷൻസും ഗൈഡൻസും കൊടുക്കാറ്. സെയിൽ ചെയ്ത് കളയുക അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് അല്ലേ? കൃത്യമായിട്ട് അവരെ ഈ ഫീൽഡിൽ പിടിച്ചു നിർത്തുക, അതാണ് നമുക്ക് ബെനിഫിറ്റ്. അതാണ് നമ്മുടെ വിജയം. ഈ ഒരു ഫ്ലോർ മുഴുവൻ എറണാകുളം കുർത്തീസ് ആണ്. എറണാകുളം കുർത്തീസ് എന്ന് പറയുന്നത് എന്താണെന്നല്ലേ ചോദിച്ചത്. അതായത് നമ്മൾ തന്നെ സ്വന്തം തുണിയെടുത്ത് നമ്മൾ തന്നെ ഇൻ ഹൗസ് നമ്മൾ സ്വന്തം ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഉൽപ്പന്നത്തെ അതിനെയാണ് നമ്മൾ ഈ എറണാകുളം കുർത്തീസ് ഉദ്ദേശിക്കുന്നത്. എറണാകുളം കുർത്തീസ് 2 പീസ് 3 പീസ് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. സോ ഇപ്പോൾ കാണുന്ന ഇപ്പോൾ ഇത് പുതുതായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്ത ഒരു ഐറ്റമാണ്. ഒരു കോളറിൽ ചെറിയൊരു വെറൈറ്റി കൊടുത്ത് വിത്ര സിൽക്കിൽ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് അപ്പോൾ നമ്മൾ തന്നെ ക്രിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ നമുക്ക് എവിടെ പോയാലും നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ ഒരു LA ചെയ്തിരിക്കുന്നു. ഇതിനാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എറണാകുളം കുർത്തീസ്. ഈ ഒരു കാറ്റഗറി മാത്രം എടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടല്ലേ? യെസ് അത് ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. തമിഴ്നാട് ആയാലും GCC ആയാലും ഒക്കെ ഉള്ള കസ്റ്റമർ ബേസ് ഉള്ളൊരു പ്രൊഡക്റ്റാണത്. പിന്നെ ഇതെല്ലാം ഇപ്പോൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ആണ്. ഇപ്പോൾ വീനെക്കിൽ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള ഐറ്റം, അത് ഒരു വത്തിക്കാൻ സിൽക്ക് എന്ന് പറയും. നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. പിന്നെ ഇത് വിത്ര ബ്ലൂമിംഗ് വിചിത്ര എന്ന് പറയും. അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ വർക്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് പക്ഷേ യുണീക്ക് ആയിരിക്കും. വളരെ യുണീക്ക് ആയിട്ട് നമ്മൾ 100% ഗ്യാരണ്ടിയോടുകൂടി ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണത്. ഇത് നമുക്ക് പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് വരുന്നത്? സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇവിടെ 218 രൂപ മുതൽ അവൈലബിൾ ആണ്. പിന്നെ അതനുസരിച്ച് വർക്കും പിന്നെ എംബ്രോയിഡറി ഒക്കെ വെച്ച് ഇങ്ങനെ പല പല റേഞ്ചിലേക്ക് പോകും. ഇപ്പോൾ ഈ എറണാകുളം കുർത്തീസ് ഇല്ലേ, അതിൽ ട്രെൻഡിംഗ് ആയിട്ട് നിങ്ങൾ കുറച്ച് ഐറ്റംസ് ഒന്ന് കാണിച്ചു തരാം? ഷുവർ എന്തായാലും കാണുന്നെല്ലാം ട്രെൻഡിംഗ് ആണ്. എന്നാലും ട്രെൻഡിംഗ് മീൻസ് എല്ലാം വെറൈറ്റി ആയിട്ടുള്ള യൂണീക്ക് ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. അതായത് നിങ്ങൾ കണ്ടെത്തണം നിങ്ങളുടെ ഏരിയയിൽ എന്താണ് ഇപ്പോൾ മൂവിങ്, എന്താണ് അവിടെ ചിലവ്. ഇപ്പോൾ ചില സ്ഥലത്ത് ഹാൻഡ് വർക്ക് നന്നായിട്ട് മൂവിങ് ആയിരിക്കും, ചില സ്ഥലത്ത് എംബ്രോയിഡറി നല്ല മൂവിങ് ആയിരിക്കും, ചില സ്ഥലത്ത് കോട്ട് സെറ്റ്സ്, ചില സ്ഥലത്ത് ഒരു വർക്കും ഇല്ലാത്ത പ്യുവർ കോട്ടൺ ബൊട്ടിക് സ്റ്റൈൽ ആയിരിക്കും മൂവിങ്. ഒരു ഏരിയ അനുസരിച്ചിട്ട് ഷോപ്പർക്ക് അറിയാൻ പറ്റും. പിന്നെ അവർക്കറിയാം അവരുടെ അതനുസരിച്ച് അവർ നോക്കിയെടുക്കും. അതാണ് പതിവ്. നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഇത്തിരി കുറച്ച് പാച്ച് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പാച്ച് വർക്ക് കൊടുത്തിട്ടുള്ള ഐറ്റമാണ് ഇത്. ജോർജറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയിലുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലീറ്റ്സ് കൊടുത്ത് ഒരു പാച്ച് കൊടുത്ത് ഇവിടെ ചെറിയ ബോൾസ് ഒക്കെ കൊടുത്തിട്ടുള്ള A-ലൈൻ കുർത്തിയാണ്. ഇതൊരു ഡിസൈനാണ്. പിന്നെ നമുക്ക് ഇത് വീണ്ടും പാച്ച് കൊടുത്തിട്ടുള്ള വിചിത്ര സിൽക്ക് ചെയ്തിരിക്കുന്നതാണ്. വിചിത്ര സിൽക്കിൽ A-ലൈനിൽ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഫ്ലീറ്റ്സ് ഒക്കെ കൊടുത്തൊരു ഇത്തിരി ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇടുമ്പോൾ തന്നെ വളരെ ഒരു എലഗന്റ് ആയിട്ടുള്ള അതെ പാർട്ടി വെയർ എന്നുള്ള സെമി പാർട്ടി വെയർ എന്നുള്ള രീതി തന്നെ ഇട്ട് കല്യാണങ്ങൾക്കായാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതും ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു വർക്കാണ്. കണ്ടോ, ഇങ്ങനത്തെ വർക്കുകളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാത്തിനും എന്തെങ്കിലും ഒരു യൂണീക്നെസ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് A-ലൈനിലാണ് വന്നിരിക്കുന്നത്. എല്ലാം വിത്ത് ലൈനിങ് ആണ് കേട്ടോ. എല്ലാം നമ്മൾ വിത്ത് ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. അതും നല്ല ക്വാളിറ്റി ഉള്ള പ്രോപ്പർ ലൈനിങ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷനും ഇല്ല. പിന്നെ ഇതൊക്കെ മലയ സിൽക്ക് എന്നൊക്കെ പറയുന്ന, രംഗോളി സിൽക്ക് എന്നൊക്കെ പറയുന്ന ഒരു മെറ്റീരിയൽ. നല്ല
ഗ്ലേസിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നല്ല ചെറിയൊരു എലഗന്റ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്ത് ഒരു വാല്യൂ അഡീഷൻ ഒക്കെ ചെയ്തേക്കുന്ന ഐറ്റമാണ്. ഇതിനകത്ത് പല കളേഴ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, കോട്ട് സെറ്റുകളുണ്ട്. നമുക്കിനെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ദിവസം ഫുൾ വീഡിയോ അതിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. നമ്മുടെ ഷോപ്പ് എറണാകുളം ജില്ലയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റ് ജില്ലയിലുള്ളവർക്കോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്കോ ഇനി എബ്രോഡ് ബിസിനസ് ആഗ്രഹമുള്ളവർക്കോ എങ്ങനെയാണ് അവരപ്പോൾ ഈ ഒരു ഷോപ്പിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് ഒരു ഓൺലൈൻ ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടും. പിന്നെ വീഡിയോ കോൾ ഓപ്ഷൻസ് വേണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം. പിന്നെ എനിക്ക് പലപ്പോഴും പറയാനുള്ളത്, പുതുതായിട്ട് വരുന്ന കസ്റ്റമേഴ്സ്, ഇപ്പോൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനടുത്ത് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലീഗലി അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ഫണ്ട് ഇടാൻ നോക്കണം. ഞാനിപ്പോൾ ഫ്രോഡ് ഇങ്ങനെ കാണുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും സെയിൽസ് ഏജന്റ് ആയിരിക്കും അവരെ കാണിക്കുന്നത്. അപ്പോൾ അവരെ നമ്പറിലേക്ക് ഇട്ടുതരാം, നമ്പറും താമോളെ എന്നൊക്കെ പറയുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതൊരു ശരിയായ രീതിയല്ല. എപ്പോഴും അവരുടെ ഒരു കടയ്ക്ക് എപ്പോഴും ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനി അക്കൗണ്ട് ഉണ്ടാവും. ആ കമ്പനി അക്കൗണ്ടിൽ മാത്രം എല്ലാം ചെയ്യുക. പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, നമുക്ക് സ്വന്തമായിട്ടൊരു ഓൺലൈൻ ഡിവിഷൻ ഉണ്ട്. അവർക്ക് നമുക്ക് ഫോട്ടോസ് ഇട്ട് കൊടുക്കും. ഓൺലൈൻ വീഡിയോ കോൾ വേണമെങ്കിൽ വീഡിയോ കോൾ ഓപ്ഷൻസ് ചെയ്യും. നമുക്ക് ഓൾ ഓവർ GCC കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ അങ്ങനത്തെ ഫെസിലിറ്റിയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരിട്ട് വരാത്തവർക്ക് പോലും ഇതെല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് 100% ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമ്മൾ എല്ലാം ചെക്ക് ചെയ്ത് 100% ഉറപ്പാക്കിയിട്ടാണ് അയക്കുന്നത്. എന്തെങ്കിലും നമ്മൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീട്ടിലിരുന്ന് പോലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് ചെയ്ത് മുന്നോട്ട് വേണ്ടി സാധിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഞാൻ ഇതിൽ കുറച്ച് കാര്യം ഉൾപ്പെടുത്തി ഞങ്ങൾ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം ഓൺലൈൻ ടീമുണ്ട്, അവർ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യും അല്ലേ? ഓക്കെ, ഫുൾ ടൈം ഞാനും ഉണ്ടാവും. ഷോപ്പിലുണ്ടാവും. 9:30 to 9 o'clock. ടൈം കൂടെ നമുക്ക് പറയാം. അതെ, മൺഡേ ടു സാറ്റർഡേ 9 to 8 o'clock ഓക്കെ നമ്മൾ അവൈലബിൾ ആണ്. പിന്നെ സീസൺ ടൈമിൽ സൺഡേസിലും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അഞ്ജലി ഹോൾസെയിൽ വിശേഷങ്ങൾ. അതെ. അപ്പോൾ നമ്മൾ എന്തായാലും എനിക്ക് ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവരും ബിസിനസ് ചെയ്യുന്നവരും പിന്നെ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരും എന്തായാലും അത് എടുത്ത് പറയേണ്ട, പർച്ചേസ് ചെയ്യണമെന്ന് പോലും ഇല്ല. നിങ്ങൾ ഒരു തവണ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അല്ലേ? ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഐഡിയയും എങ്ങനെ പർച്ചേസ് ചെയ്യണം, എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം എന്നുള്ളത് വേണ്ട ഹെൽപ്പ് എന്തായാലും ചെയ്ത് കൊടുക്കുമല്ലോ. 100%. ഓക്കെ, ഞാൻ ആ വിശ്വാസത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എന്തായാലും അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ വന്നപ്പോഴേക്കും പൂർണ്ണ ബോധ്യപ്പെട്ടു, ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ ഒത്തിരി സന്തോഷം അല്ലേ? കാണാം. അപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത്, വരിക, എറണാകുളം ജില്ലയിൽ വരുമ്പോൾ അഞ്ജലി ഹോൾസെയിൽ വിസിറ്റ് ചെയ്യുക. നിങ്ങൾ തന്നെ എക്സ്പ്ലോർ ചെയ്ത് അല്ലേ? അതെ, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നല്ലൊരു ബിസിനസ് തുടങ്ങാൻ സാധിക്കട്ടെ. അതെ, അത് പൂർണ്ണ സപ്പോർട്ട് നമ്മുടെ സൈഡിൽ നിന്നുണ്ടാവും. സപ്പോർട്ട് അല്ലേ?